ഹായ് ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് ഈ മാസം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള അവസരങ്ങൾ, വെല്ലുവിളികൾ എന്നിവയൊക്കെയാണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ്. 3 ഓഫ് പെൻഡക്കിൾസ് നിങ്ങളുടെ സ്ട്രെങ്ത്ത്, 6 ഓഫ് പെൻഡക്കിൾസ് നിങ്ങളുടെ വീക്ക്നെസ്, 8 ഓഫ് വാൻസ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ്, സൺ നിങ്ങളുടെ ത്രെറ്റ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാൻ ചിലർ വരുന്നുണ്ട്. അവർ മൂലം നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരും. അവരിലൂടെ നിങ്ങൾക്ക് പല മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുകയും പുതിയ വഴികൾ തുറന്നു വരികയും ചെയ്യും. സ്റ്റക്കായി എന്ന് തോന്നുന്ന അവസരങ്ങളിൽ നിങ്ങൾക്ക് പലരിൽ നിന്നും, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരിൽ നിന്നുപോലും സഹായങ്ങൾ ലഭിച്ചു തുടങ്ങും. സഹായിക്കുവാൻ വരുന്നവരെ തിരിച്ചറിയുക എന്നതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. കൺഫ്യൂഷൻസ് വന്നാൽ ഇവരോട് അഭിപ്രായം ചോദിക്കുന്നതിൽ തെറ്റില്ല. പലരെയും മനസ്സിലാക്കി വേണം പെരുമാറുവാൻ. നിങ്ങൾ സഹായിക്കുന്ന പലരും അതിന് അർഹരാണോ എന്ന് ആദ്യം തിരിച്ചറിയണം. അവരെക്കാൾ കൂടുതൽ നിങ്ങളുടെ സഹായം ആവശ്യമുള്ളവർ നിങ്ങളുടെ ചുറ്റും തന്നെ ഉണ്ടാകാം. അവരെ തിരിച്ചറിയുക. നിങ്ങളുടെ സഹായം ആവശ്യമുള്ളവർ നിങ്ങളുടെ വീട്ടിൽ, അല്ലെങ്കിൽ അയൽപ്പക്കത്ത്, അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിൽ, അല്ലെങ്കിൽ ഓഫീസിൽ തന്നെ ഉണ്ടാകാം. പക്ഷേ നിങ്ങൾ അവരെ തിരിച്ചറിയാതെ മറ്റുള്ളവരിലേക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്ന തിരക്കിലാണ്. നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്, പക്ഷേ അടുത്തുള്ളവരെ കൂടി ഗൗനിക്കണം എന്നർത്ഥം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നല്ലേ? നിങ്ങളിലേക്ക് ഒരുപാട് വേഗത്തിൽ പല അവസരങ്ങളും തടസ്സങ്ങൾ കൂടാതെ എത്തിച്ചേരുന്നതായിരിക്കും. പക്ഷേ അവയെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നതാണ് അടുത്ത മെസ്സേജ്. കാത്തിരിക്കുമ്പോഴായിരിക്കില്ല അവസരങ്ങൾ വരിക. ഇതുപോലും ലഭിക്കാത്തവർ നമ്മുടെ ചുറ്റും ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കുവാൻ തയ്യാറാകുക. ഇവിടെ പലർക്കും ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഒരു യാത്ര സാധ്യമാകുന്നുണ്ട്. അത് ഒരു പക്ഷേ ട്രാൻസ്ഫർ, വിദേശയാത്ര തുടങ്ങി പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നതോ പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതോ തുടങ്ങി എന്തുമാവാം. അവനവന് ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുക. പല അനുഭവങ്ങൾ മൂലം നിങ്ങളുടെ സ്വഭാവത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടാകും. മുൻപ് വളരെ നിഷ്കളങ്കമായും കുട്ടിത്തം വിട്ടുമാറാത്ത, വളരെ എനർജറ്റിക്കായ, വളരെ പോസിറ്റീവായ ആളുകളായിരുന്നിരിക്കും നിങ്ങൾ. ഇപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നിങ്ങൾ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടാകും ആ പഴയ ഞാൻ എവിടെ പോയി എന്ന്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ടായിരിക്കാം. നിങ്ങളുടെ മനസ്സിനേറ്റ മുറിവുകളാണ് ഇതിനു കാരണം. പക്ഷേ അതും പറഞ്ഞിരുന്നാൽ നഷ്ടം നമുക്ക് തന്നെയാണ്. നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുക. അതായത് നമ്മുടെ ഉള്ളിൽ വാശി പിടിച്ചു കരയുന്ന കുട്ടിയെ സമാധാനിപ്പിക്കുക. ആവശ്യമെങ്കിൽ എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻസ് എടുക്കുന്നത് നന്നായിരിക്കും. ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഡിയേഴ്സ്.